ഹലോ, ഇന്ന് നമുക്ക് പുലാവ് ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് ഈസി ആയിട്ടൊരു പുലാവിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് കടായി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചൂടായി വരുമ്പം ജീരകവും പിന്നെ നമ്മുടെ സ്പൈസസ് കുരുമുളകും ബേ ലീഫും കറുവപ്പട്ടിയും ഗ്രാമ്പും ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കാം. എന്നിട്ട് അതിലേക്ക് പച്ചമുളകും കൂടി ഇട്ടിട്ട് വീണ്ടും മിക്സാക്കാം. പിന്നെ നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച് നമ്മൾ സവാളയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഇനി നമ്മൾ മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ആകെ ഇടുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാല മാത്രമായിട്ട് അത് തന്നെ മതിയാവും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കാം. ഉപ്പ് കുറച്ചധികം തന്നെ ഇടാം, കാരണം ഉരുളക്കിഴങ്ങ് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കുടിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് കുറച്ചധികം തന്നെ ഇട്ടാൽ മതി. ഇനി ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഓൾറെഡി 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. അതും കൂടിയിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓൾറെഡി ഞാൻ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ 2.25 ഗ്ലാസ്, ഏകദേശം 3 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് തള വരുമ്പോൾ നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അരിയും പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് നമ്മൾ തീ വേണ്ട കേട്ടോ, തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് കഴിക്കുമ്പോൾ മാത്രം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴേക്കും എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അടിപൊളി കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.